മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് സുധാൻഷു ധുലിയ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൈമാറി. മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് കൈമാറിയത്. ബി ബാലഗോപാലുണ്ട് വിശദവിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇവരൊക്കെ ചുമതല ഏൽക്കുകയും ചെയ്തു. ഇനി എന്താണ് ഈ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കൈമാറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? വിശദാംശങ്ങൾ എന്ത് ബാലഗോപാൽ? മോത്തി, കേരളത്തിലെ രണ്ട് സർവകലാശാലകൾ, അതായത് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻഗണനാ പട്ടിക കൈമാറുവാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് JB പർഡിവാല അധ്യക്ഷനായ ബെഞ്ച് ജസ്റ്റിസ് സുധാൻഷു ധുലിയയോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് ഇക്കഴിഞ്ഞ 16-ാം തീയതി, അതായത് മെനഞ്ഞാന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ജസ്റ്റിസ് സുധാൻഷു ധുലിയ സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ മുദ്രവച്ച കവറിലെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുൻഗണനാ പട്ടിക, അതായത് ഈ രണ്ട് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട മുൻഗണനാ പട്ടികയാണ് ഈ ജസ്റ്റിസ് സുധാൻഷു ധുലിയ സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 16-ാം തീയതി, അതായത് മെനഞ്ഞാന്നാണ് ചാൻസലറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സമവായം ഉണ്ടാകുകയും തുടർന്ന് അന്ന് രാത്രിയാണ് ഗവർണറായ ചാൻസലർ കൂടിയായ ഗവർണർ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായ സജി ഗോപിനാഥിനെയും അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് മുമ്പാണ് ജസ്റ്റിസ് സുധാൻഷു ധുലിയ തന്റെ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഈ ജസ്റ്റിസ് JB പർഡിവാലയും ജസ്റ്റിസ് KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ചിന് കൈമാറാൻ വേണ്ടി സുപ്രീം കോടതി രജിസ്ട്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് JB പർഡിവാലയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഈ നിലവിൽ കോടതിയുടെ അനുമതി ഇല്ലാതെ സംസ്ഥാന സർക്കാരും ചാൻസലറും തമ്മിൽ ഈ ഒത്തുതീർപ്പിലെത്തുകയും തുടർന്ന് ഗവർണർ ഈ കോടതിയുടെ അനുമതി ഇല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട നിയമന ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്ന. അതിൽ സുപ്രീം കോടതിയുടെ തുടർ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. കാരണം സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ജസ്റ്റിസ് ധുലിയ ഈ മുദ്രവച്ച കവറിൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമ്മളെ സംബന്ധിച്ച് കൃത്യമായി വ്യക്തമല്ല. കാരണം അത് മുദ്രവച്ച കവറിലാണ് ഇത് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഗവർണർ ഈ സുപ്രീം കോടതിക്ക് ഈ രണ്ട് സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പും അതോടൊപ്പം അതിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും കൈമാറിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സംസ്ഥാന മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്താണ് ഇത്തരത്തിലൊരു ചർച്ച നടന്നത് എന്നതാണ്. ഇതിനോട് സംസ്ഥാന സർക്കാരിന് ശക്തമായ വിയോജിപ്പുണ്ട് എന്നാണ് സൂചന. അക്കാര്യം ഇന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിക്കുവാനാണ് സാധ്യത. ഏതായാലും ഇന്ന് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് JB പർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കുന്ന ആദ്യത്തെ കേസാണ് ഈ കേസ്. ഈ കേസിൽ നേരത്തെ മോദി പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റിസ് സിസ തോമസ് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്ന ഒരു കൗതുകവും അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ഇനി അവശേഷിക്കേണ്ടതായുള്ളത്. ഏതായാലും ജസ്റ്റിസ് ധുലിയ തന്നെ ഏൽപ്പിച്ച ചുമതലയുടെ ഭാഗമായി ഈ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മോത്തി.